ഞങ്ങളൊരു ഗ്ലാസ് പാലുമായിട്ട് ആദ്യരാത്രി ആഘോഷിക്കാൻ പോയിട്ടുണ്ട്. എന്താ ആന്റിയുടെ പ്ലാൻ? അത് പിന്നെ ഞാൻ എന്തോന്ന് പ്ലാൻ ഉണ്ടാക്കാന്? അങ്ങനെ നമ്മളെയൊക്കെ കളിയാക്കിയിട്ട് അവരങ്ങനെ ആഘോഷിക്കണ്ട. അയ്യോ മാമി, അമ്മ, അമ്മേ, നീ തള്ളിയിട്ടാണോടി ആന്റിയെ? ഒന്ന് ചുമ്മാ റെഡി മകളെ പിടിയടാ അമ്പികേ. അമ്മ, അമ്മ, നീ ആള് കൊള്ളാവല്ലോ ദിവ്യേ. അവരെങ്ങാനും തട്ടിപ്പോയിരുന്നെങ്കിലോ? പോയ അങ്ങ് പോട്ടെന്ന് വെക്കൂ ആന്റി. പിന്നെ അവരെ എന്നോട് ചെയ്തത് വെച്ച് നോക്കിയാ കൊല്ലേണ്ടതാ അവരെ. ഞാനായതുകൊണ്ട് ഇത്രയും കാലം ക്ഷമിച്ചു. പിന്നെ അവരല്ലേ ആള്. അങ്ങനെയൊന്നും ചാവില്ലെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. അല്ല, അവർക്ക് സംശയമൊന്നും തോന്നിയില്ലേ? സംശയിക്കാനുള്ള ഗ്യാപ്പ് കിട്ടിയില്ലല്ലോ. കാലത്തെന്നി താഴേക്ക് പോകുമ്പോ എന്ത് സംശയം? താഴെ വീണ് തലയിടിച്ച് വീണപ്പോ അവരുടെ ബോധവും പോയി. ബോധം തെളിഞ്ഞപ്പോ അഖിലയെ പറ്റി നല്ല നിറം പിടിപ്പിച്ച കഥകൾ ഞാനങ്ങ് പറഞ്ഞു കൊടുത്തു. എങ്ങനെയാ വീണേന്ന് പോലും ഇപ്പൊ അവർക്ക് ഓർമ്മയുമില്ല. അപ്പൊ നിന്നെ സൂക്ഷിക്കണം. സ്വന്തം അമ്മായിയമ്മയോട് നീ ഇത് ചെയ്തെങ്കി എന്റെ അവസ്ഥ എന്താവും? അവരിപ്പോലാണ് ആന്റി എനിക്ക്. അപ്പൊ ഞാൻ വരട്ടെ. ചെല്ല്. വിളിക്കുന്നുണ്ടല്ലോ കോമളാങ്കി. ഹലോ. അതെ, ഞാനൊരു വെൽവിഷറാ. മനസ്സിലായി മനസ്സിലായി. നമ്പർ സേവ് ചെയ്തിട്ടുണ്ട്. കോമളാങ്കി സുന്ദരി അല്ലേ? ഓർത്ത് കളഞ്ഞല്ലോ. ഈ സുന്ദരമായിട്ടുള്ള ശബ്ദം കേട്ടാ മനസ്സിലാവാതെ വരില്ലല്ലോ. പറഞ്ഞോ, എന്നെ ആരെങ്കിലും കൊല്ലാൻ പ്ലാൻ ഇട്ടിട്ടുണ്ടോ? താങ്കളെ അല്ല, താങ്കൾക്ക് വേണ്ടപ്പെട്ട ഒരാളെ കൊലപാതക ശ്രമത്തിൽ അറസ്റ്റ് ചെയ്യാൻ ശ്രമം നടക്കുന്നുണ്ട്. അല്ല, എനിക്ക് വേണ്ടപ്പെട്ടെന്ന് പറയുമ്പോ? അതെ, പഞ്ചരത്നത്തിൽ മൂന്നാമത്തേത്. അംബികയുടെ മകൻ ആകാശ് കെട്ടിയ അഖിലയെ. എന്താ കാര്യം? തെളിച്ചു പറ. അതെ, പഞ്ചരത്നങ്ങളെ എനിക്ക് ജീവനാ. അതുകൊണ്ടാ ഞാൻ ഈ രഹസ്യം പുറത്തുവിടുന്നത്. ഇപ്പോഴും നിങ്ങൾ കാര്യം പറയുന്നില്ലല്ലോ. പറയാം. അംബികയെ സ്റ്റെയർ കേസിൽ നിന്ന് തള്ളിയിട്ട് കൊല്ലാൻ ശ്രമിച്ചത് അഖിലയാണെന്ന് വരുത്തി തീർക്കും. ദിവ്യപ്രഭ സാക്ഷി പറയും. പോലീസിൽ പരാതിപ്പെടുമെന്ന് ഭീഷണിപ്പെടുത്തി അഖിലയെയും അതുവഴി അമൃതയെയും പേടിപ്പെടുത്തും. സ്വർണവും സ്വത്തും ഒക്കെ തട്ടിയെടുക്കാനുള്ള സൂത്രമാ. അമൃത അങ്ങനെ പേടിക്കൊന്നുമില്ല. അമൃത പേടിക്കില്ലായിരിക്കും, പക്ഷെ അഖില പേടിക്കും. അനിയത്തിക്കൊന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടി അമൃത എന്ത് വിട്ടുവീഴ്ചയും ചെയ്യും. അതെ, അവരെ ഒന്ന് രക്ഷിക്കണം. ശരി ശരി. എന്തായാലും ഈ വിവരങ്ങളൊക്കെ തന്നതിന് നന്ദിയുണ്ട്. നന്ദി മാത്രം പോരാ, പണം വേണം. അത് ശരിയാണോ? നിങ്ങൾ എന്റെ വെൽവിഷറല്ലേ? അത് ശരി. വിലപ്പെട്ട വാർത്തകളാ ഞാൻ തരുന്നത്. വിലയും കൂടും. അത് ശരി. എത്രയാ പ്രതീക്ഷിക്കുന്നത്? ഒരു 2000 രൂപ എന്റെ അക്കൗണ്ടിലേക്ക് ഇട്ടേക്ക്. ബാക്കി ഞാൻ ഇനി വിളിക്കുമ്പോ പറയാം. ഈ 2000 കുറച്ച് കൂടിപ്പോയില്ലേ? കൂടിയിട്ടൊന്നുമില്ല. ഇതാണ് എന്റെ റേറ്റ്.
തന്നാൽ ഇതുപോലെ ഓരോ വിവരവും ഞാൻ അറിയിച്ചുകൊണ്ടേയിരിക്കാം. ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ, അയക്കാം അയക്കാം. തള്ള ആള് കൊള്ളാലോ. അതിന്റെ ഇടയിൽ കൂടെ ബാർഗൈനിങ്. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.